അതെ, ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് കഴിക്കുക. എനിക്ക് വേണ്ട. അറിയാം, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ താൻ കഴിക്കില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതെ, ഞാനല്ല ഉണ്ടാക്കിയത്, ഏടന. വേണമെങ്കിൽ ഒന്ന് കഴിക്കുക, അല്ലെങ്കിൽ തന്നെ കൂട്ടുന്നതല്ല എന്റെ പണി. പൂച്ചയുടെ മോന്തിയും കാണ്ടാമൃഗത്തിന്റെ സ്വഭാവം. അതിന് ഞാൻ ഇവനോടൊന്നും ചോദിച്ചില്ലല്ലോ. ഇവരോളെല്ലാം ഇങ്ങനെ തന്നെയാണോ? അതെ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയില്ല ഇവന് പ്രശ്നവും. വേറെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഒരു പ്രശ്നവുമില്ല. നിന്റെ കസേരയിൽ ആരെങ്കിലും പശ ഒട്ടിച്ച് വെച്ചേക്കുവാണോ? മണിക്കൂർ 2 അവിടെ തന്നെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് മാത്രം എന്ത് തേങ്ങയാടാ പേപ്പറിലുള്ള? അതെ, നിനക്കാരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ ആ ആളോട് പോയി തീർക്കണം, അല്ലാതെ എന്റെ മണ്ടയ്ക്കല്ല കയറണ്ടേ. നീ അത് ഡിസ്റ്റർബ് ചെയ്ത് പോയി. എനിക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പോ. അത് പിന്നെ എന്തെങ്കിലും പറയാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും 2 ഉണ്ടക്കണ്ണ് കിട്ടി കാണിക്കല്ലേ. പിന്നെ എങ്ങനെ പറയാനാ? അത് വിട്. അല്ല, നീ എന്താ ഇത്രയും കാര്യമായിട്ട് ഇതിൽ വായിക്കുന്നേ? ഞാൻ പേപ്പർ എടുത്തേ, ഞാൻ നോക്കട്ടെ. നക്ഷത്രഫലോ? സീരിയസ്ലി? ഇതാണോ നീ 2 മണിക്കൂർ ഇവിടെ കുത്തിയിരുന്ന് നോക്കിക്കൊണ്ടിരുന്നേ? നീ ഒന്ന് പോയിടർക്ക, അതിനോട് തന്നേ. നിനക്കിതിലൊന്നും വിശ്വാസില്ലായിരിക്കും, പക്ഷെ എനിക്കുണ്ട്. അയാൾ ഇതിൽ എന്തെഴുതിയാലും അത് അച്ചട്ടല്ല, ഒച്ചങ്ങ. നീ അല്ലാതെ ഏതെങ്കിലും കാട്ടുകളി ഇതൊക്കെ വിശ്വസിക്കും? കാട്ടുകളി നിന്റെ ഡാഡി. ആഗ്രഹമില്ല, അതില്ല കിട്ടണ്ടേ? അതിന് കഴിവ് വേണം മിസ്റ്റർ, കഴിവ്. വട്ടത്തിൽ ഊക്കുന്നോടാ പട്ടി. എന്താ ഇവിടെ വട്ടത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ? അതെ, അവന്റെ കുഞ്ഞമ്മയ്ക്ക് വട്ടയപ്പ് ചുട്ടുകൊടുത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണോ? സോറി, വേണ്ട, ഞാൻ ഡയറ്റില്ല. അല്ല, നീ എന്താടാ കുറെ നേരം ആയാലും ഈ പേപ്പറിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ദേ, ഇത് കണ്ടോ? ഇതില് പറയുന്നത് ഈ വർഷം തന്നെ എന്റെ കല്യാണം നടക്കുന്ന. ദാറ്റ് മീൻസ് ഈ വർഷം തന്നെ ഞാൻ എന്റെ ഡെസ്റ്റിനിയെ കണ്ടെത്തും. ഓ മൈ ഗോഡ്. ബെസ്റ്റ്. നീ ദിവസം 8 മണിക്കൂർ ഉറങ്ങണം. ഉറക്കം ശരിയായില്ലെങ്കിലും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും. പുച്ഛിച്ചോ. ഈ വർഷം ഞാൻ എന്റെ ഡെസ്റ്റിനിയെ കൊണ്ട് നിന്റെ മുന്നിൽ വരുമ്പോ ഇതേ പുച്ഛം അന്ന് നിന്റെ ഫേസിൽ ഞാൻ കാണണം. ഓ ആയിക്കോട്ടെ. എന്നാലേ എന്റെ നക്ഷത്രഫലത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കി പറഞ്ഞേ. നിന്റെ നക്ഷത്രഫലം അത് ഞാനിപ്പോ പറയാവേ. അല്ല, ബൈ ദ ബൈ, നിന്റെ നക്ഷത്രം എന്തായിരുന്നു? അത് പിന്നെ പിന്നാമ്പുറം. എന്ത് പിന്നാമ്പുറം? ഓ അല്ല, ഓക്കെ. എവിടെ? കിട്ടി. പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. ഇതുപോലൊരു ഹതഭാഗ്യനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. ധനനഷ്ടം, മാനഹാനി, വഴിയേ പോകുന്ന വയ്യാവിയിൽ എടുത്ത് തലയിൽ വെക്കൽ, പിന്നെ വിവാഹം അതൊരു 5-6 വർഷത്തേക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട. മതി, ബാക്കി കേൾക്കണമെന്നില്ല. ഇല്ല, തീർന്നില്ല, കുറച്ചുകൂടെ ഉണ്ട്. വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഇത് വല്ലത് കഷ്ടമായല്ലോ. പാവല്ലേ, വല്ലാത്ത അവസ്ഥയായിപ്പോയി. എന്റെ നക്ഷത്ര ബലം കൂടെ ഒന്ന് നോക്കി പറഞ്ഞുതരോ? നിന്റെ ബലം അത് ഇതിൽ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിന്റെ ബലം കൃത്യമായി പറയാൻ പറ്റുന്ന ഒരാളാണ് അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നത്. ഇത് അങ്ങോട്ട് നോക്കൂ. ഞാൻ നിന്റെ കയ്യിൽ കഴുകാൻ ഏൽപ്പിച്ച സ്പൂൺ എവിടെ? അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടെന്ന് മാത്രം പറയരുത്. ശരിയാ നീ പറഞ്ഞത്, ഞാൻ യോജിക്കുന്നു. അപ്പൊ ഞാൻ പോട്ടെ. പോയിക്കോ. ഇവൻ എവിടെ പോവാ? കഴിക്കുന്നില്ലേ? ഞാനിപ്പോ വരാം. ഹലോ, അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? എന്തിനാ എന്നെ ഇങ്ങനെ നടന്ന് വിളിക്കുന്നേ? അമ്മ എന്തിനാ വിളിക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ എടുക്കാത്തെ. കോപ്രായത്തിനൊന്നും പോണ്ടാന്ന്. അപ്പൊ അവന് വാശി. ഇനി അതിന്റെ പേരും പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനാണ് നിന്റെ പ്ലാനെങ്കിൽ അന്നത്തോടെ നിൽക്കും നിന്റെ ഈ ആട്ടവും ഡാൻസും ഒക്കെ. മനസ്സിലായല്ലോ? അമ്മ പ്ലീസ്, എനിക്ക് കുറച്ച് സമാധാനം എന്താ? എന്തിനാ ഏത് നേരം ഇതും പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യുന്നേ? ഞാനിപ്പോ ഫോൺ വെക്കുക, പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വിളിച്ചോളാം. ഓക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടാ, ഐ ആം ഫൈൻ. എല്ലാരും എത്തിയല്ലോ, റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നലെ നിങ്ങൾക്കൊരു പാട്ട് ഇട്ടു തന്നു. അതിന് നിങ്ങൾ ജസ്റ്റ് സ്പോട്ട് കൊറിയോഗ്രാഫിയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് ഡിഫറെന്റ് ആണ്. ലൈക്ക് നിങ്ങൾ ഇന്ന് പേരപ്പായിട്ടാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. പേരായിട്ടോ? അതെ, പേരപ്പായിട്ടാണ്, 2 പേര് വെച്ച്. എല്ലാ പേഴ്സ് ഇന്ന് തന്നെ കളിക്കണമെന്നില്ല, 2 ടീംസ് മാത്രം ഇന്ന് കളിച്ചാൽ മതി. ആൻഡ് ദാറ്റ് ടീം ഈസ് 1 ലൂക്ക ആൻഡ് ആരവ്, 2 റയാൻ ആൻഡ് ഇവാൻ.
What the hell? ഞാൻ ഇവന് ഒരു പേര് സ്വപ്നത്തിൽ പോലും അത് നടക്കില്ല. സോറി ഗൈസ്, ഇത് ഞാനല്ല തീരുമാനിച്ചത്, നിങ്ങളുടെ മാനേജറാണ്. സോ ഇഫ് എനിവൺ ഹാവ് എനി ഒബ്ജെക്ഷൻസ് യു വിൽ ലോസ്റ്റ് യുവർ പോയിന്റ്സ്, ദാറ്റ്സ് ഇറ്റ്. മാസ്റ്റർ പ്ലീസ്. ഐ എം സോറി റയൻ, ഐ എം ഹെൽപ്ലെസ്. ഇതെല്ലാം മാനേജ്മെന്റിന്റെ തീരുമാനം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മാനേജ്മെന്റിനെ കൊണ്ട് ഇപ്പോഴാണ് ഒരു ഉപയോഗം ഉണ്ടായത്. അവൻ നിന്റെ അടുത്ത് എറിയാണ്ട് നീ സൂക്ഷിച്ചോ. പടാ അസൂയക്കും കുശുമിനും പണ്ടേ മരുന്നില്ല. അസൂയ അത് നിന്റെ അടുത്ത് ഒരു കയറി കിട്ടി ഇപ്പൊ തന്നെ ഞാൻ കെട്ടി തൂങ്ങി ചത്തേനെ. ഹലോ, എക്സ്ക്യൂസ് മീ, രാവിലെ തൊട്ട് എന്നെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുവില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു പണി കിട്ടി. അപ്പോ അങ്ങോട്ട് പോവല്ലേ പ്രാക്ടീസ് ചെയ്യാൻ? ഉരുട്ടിക്കോ രണ്ടുണ്ട കണ്ണ് ഉരുട്ടിക്കോ. പക്ഷെ ഒരു കാര്യമില്ല, ഞാനവിടെ പ്രാക്ടീസ് റൂമിൽ കാണും. സമയം കിട്ടുന്ന പോലെ അങ്ങോട്ട് വന്നേക്ക് കേട്ടോ. ബൈ. റയാൻ എന്താ? എനിക്കറിയാം നിനക്കിത് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഇതിപ്പോ നമ്മൾ ചെയ്തില്ലെങ്കിൽ നിന്റെ എന്റെയും പോയിന്റ് കൂടെ പോകുന്നത്. എനിക്കെന്തായാലും പോയിന്റ് കുറയുന്നതിൽ ഒരു താല്പര്യമില്ല. ഇതെന്റെ ഡ്രീമാ, ഇതെനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. സോ ഞാനെന്താ നിന്റെ കൂടെ ഡാൻസ് കളിക്കണോ? അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിന്റെ കൂടെ ഡാൻസ് കളിക്കാനെന്നല്ല, നിന്റെ കൂടെ ഒരു നിമിഷം ചെലവഴിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോഴാ the fuck is wrong with this management? റയാൻ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. എനിക്ക് വേണമെന്നുണ്ടായിട്ടല്ല, നമുക്ക് വേറെ ചോയ്സ് ഇല്ല. റയാൻ പ്ലീസ്. ഓക്കെ ഫൈൻ, ഞാൻ ചെയ്യാം. പക്ഷെ ഇത് നീ പറഞ്ഞോണ്ടല്ല, എനിക്കും ഇതെന്റെ ഡ്രീം ആയിപ്പോയി. ആൻഡ് ഐ ഓൾസോ ഡോണ്ട് വാണ്ട് ടു ലൂസ് ദി പോയിന്റ്സ്. അതുകൊണ്ട് മാത്രം. താങ്ക് യു. എവിടെ നോക്കിയ കളിക്കുന്നേ? നീയല്ലേ വന്ന് തട്ടിയത്, ഞാനല്ല നീയാ. ഒന്ന് നിർത്ത്. തുടങ്ങിയില്ല, അതിനു മുന്നേ വഴക്കായിക്കൊള്ളണം. ഇതാണോ നിങ്ങളുടെ ടീം സ്പിരിറ്റ്? ഇപ്പോഴും ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ നിങ്ങൾ കോമ്പറ്റീഷന് പങ്കെടുപ്പിക്കുന്നേ? ദേ, ഞാനൊരു കാര്യം പറയാം. മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലാത്തവർക്ക് ഇത് ഇപ്പോഴേ ക്വിറ്റ് ചെയ്ത് പോവാം. പിന്നൊരു കാര്യം, ഇപ്പൊ കളിച്ച ഡാൻസ് കൊള്ളാം, ശരിയാ. പക്ഷെ ഇതല്ല എനിക്ക് വേണ്ടത്. ഇവിടെ മാനേജ്മെന്റ് നിങ്ങളെ പെയറാക്കി വെച്ചേക്കുന്നത് നിങ്ങളുടെ കെമിസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഓരോ ഡാൻസ് മൂവിലും അത് ഉണ്ടാവണം. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സെയിം റൗണ്ട് ഉണ്ടാവും. അന്ന് എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടേ പറ്റും. പക്ഷെ നിങ്ങളിങ്ങനെ തല്ല് കൂടിക്കൊണ്ടിരുന്ന അത് ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. ഇങ്ങനെ എപ്പോഴും വഴക്കിട്ടോണ്ടിരുന്ന എങ്ങനെയാ നിങ്ങളുടെ ഇടയിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവുന്നത്? ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഡാൻസ് കണ്ട് ഇംപ്രസ് ആവേണ്ടത് ഞാനല്ല, ഇവിടുത്തെ മാനേജ്മെന്റ്. അതുകൊണ്ട് നല്ല രീതിക്ക് കഷ്ടപ്പെടണം. വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു കപ്പിളാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കളിക്കുക. അപ്പൊ ചിലപ്പോൾ ശരിയാവും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ശരി, നാളെ കാണാം. ഗായ്സ്, ഡാൻസിന്റെ ടെൻഷനൊക്കെ മാറ്റി വെക്കുക. അടുത്ത പെർഫോമൻസിന് ഇനിയും കുറച്ച് ദിവസം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ചില്ല് ചെയ്യാം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ? അത് നല്ല ഐഡിയ. ഞാൻ ഉണ്ട് എന്തായാലും. ഞാനില്ല. ഞാനും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എല്ലാരും കളിച്ചിട്ടേ പോകും. ഈ ബോട്ടിൽ സ്പിൻ ചെയ്ത് ഓപ്പണിംഗ് ഭാഗം ആരുടെ നേർക്കാണോ വന്ന് നിൽക്കുന്നത് ആ ആളായിരിക്കും ട്രൂത്ത് ഓർ ഡെയർ ചൂസ് ചെയ്യേണ്ടത്. മറുഭാഗം ആരുടെ നേർക്കാണോ വന്ന് നിൽക്കുന്നത് ആ ആളായിരിക്കും ടാസ്ക് കൊടുക്കേണ്ടത്. ടാസ്ക് കിട്ടുന്ന ആൾ ആരായാലും അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓരോ പെഗ് വീതം കുടിക്കേണ്ടി വരും. ഓക്കെ, ലെറ്റ്സ് ഗോ. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. നിനക്കിപ്പോ ഞാൻ എന്ത് ടാസ്കാ തരാ? ഒരു ഡാൻസ്.
വെറും ഡാൻസ് അല്ല, ആ ഡാൻസ് ചെയ്ത് നമ്മളെല്ലാവരെയും ചിരിപ്പിക്കുന്നു. ആരാ? ട്രൂത്തോടെയാ? ട്രൂത്ത്. ശരി, നിന്റെ ഫസ്റ്റ് ലവ് സ്റ്റോറി പറ. ബ്രോ, ഞാൻ ജനിച്ചപ്പോ മുതലേ സിംഗിളാ. അയ്യേ, ഞാൻ കരുതി നിനക്കൊരു 5-6 ലവ് സ്റ്റോറിയെങ്കിലും പറയാൻ കാണുമായിരിക്കും. ആഗ്രഹം ഇല്ലാത്തോണ്ടല്ലോ, നല്ലൊരെണ്ണത്തിന് കിട്ടണ്ടേ. ശരി, എന്നാ വേറെ ക്വസ്റ്റ്യൻ. നിന്റെ മനസ്സിലിപ്പോ ആരെങ്കിലും ഉണ്ടോ? ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാവൂന്നാണ്, എങ്കിലും ഞാൻ ഇതിന് ഉത്തരം പറയും. ഒരാളോട് എനിക്കിപ്പോ ചെറിയൊരു ക്രഷൊക്കെ ഉണ്ട്, പക്ഷെ ആളാരാന്ന് ഞാൻ പറയില്ല. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട്. എയ്ഡൻ, ട്രൂത്തോടെയാ? അത് ചോദിക്കാനുണ്ടോ? ഡെയർ, എനിക്ക് സീക്രട്സ് ഒന്നുമില്ല. എന്നാ ഇനി വരുന്ന 24 മണിക്കൂർ നിന്റെ ഹെയർ സ്റ്റൈല് ആരവ് ചെയ്യും? എന്നാലേ എനിക്ക് കുറച്ചധികം സീക്രട്സ് ഉണ്ട്. ഓ ഇല്ല, സാരമില്ല. അതെ, ഇനി ട്രൂത്തിലോട്ട് മാറാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഏടാ, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എനിക്ക് ഒരുപാട് ഹെയർ സ്റ്റൈൽസ് അറിയാം. നിന്റെ തലയിൽ ഇന്ന് ഞാൻ താജ്മഹാൾ പണി. ഈശ്വര, ലോക്കിക്ക് ടാസ്ക് കൊടുക്കാനുള്ള അവസരം എനിക്ക് എന്നെ കിട്ടണേ. യെസ്. മിസ്റ്റർ ലൂക്ക, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഹാവ് യു എവർ ബീൻ ഇൻ ലവ്? വാട്ട്? നീ എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോന്ന്? ഓക്കെ, അവനൊരു പെഗ് കുടിച്ച സ്ഥിതിക്ക് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. നിനക്കിപ്പോഴും ആരോടെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? നീ ചോദ്യം കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമായി ചോദിക്കാം. നിനക്കിപ്പോഴും ആരോടെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഇതെന്താ എല്ലാരും ക്വസ്റ്റ്യനിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നേ? ആ ഒരു ഗെയിമിന്റെ ഫ്ലോ അങ്ങ് പോയി. ഞാൻ ഇനി കളിക്കുന്നില്ല, പോ അങ്ങോട്ട്. അതെ, അവിടെ നിന്ന് നിന്നേ. എന്താടാ, എന്തായിരുന്നു അവിടെ? എന്ത്? അതിന്റെ ഇടയിൽ കൂടെ അവന്റെ ഒരു കൊണഷ്ട ചോദ്യം. ആർക്കും മനസ്സിലാവില്ലെന്നാ വിചാരം, കൊച്ചു കള്ളൻ. അത് പിന്നെ അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സത്യത്തിൽ നിനക്ക് അവനോട് എന്താ? ക്രഷാണോ അതോ അഗാധമായ പ്രണയമാണോ? എടാ സീരിയസ്ലി, എനിക്ക് അവനോട് എന്താന്ന് എനിക്ക് അറിയത്തേ ഇല്ല. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, അവനെ കാണുമ്പോഴൊക്കെ എന്റെ നെഞ്ച് പടപട അടിക്കാറുണ്ട്. എനിക്ക് ഇതുവരെ ആരെ കാണുമ്പോഴും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എന്റെ പൊന്നാരവേ, കോളേജിലൊക്കെ എത്ര പേരാ നിന്റെ പിറകെ നടന്നതെന്ന് അറിയും. എന്നിട്ടും ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം സംസാരിക്കാൻ വാതിർക്കുന്നത് ഇവന് വേണ്ടിയാണോ നിന്റെ നെഞ്ച് പടപട അടിക്കുന്നേ? എടാ, അവരെയൊന്നും പോലെ അല്ല ഇവൻ. എന്താ, ഇവൻ 2 കൊമ്പും ഒരു തുമ്പി കൈയുണ്ടോ? നീ മിണ്ടാണ്ടില്ല, ഞാൻ ബാക്കി പറയത്തില്ല. ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിനക്ക് പറയാനുള്ള മുഴുവൻ പറ. നീ പറഞ്ഞത് ശരിയാ, അവനങ്ങനെ ആരോടും മിണ്ടാറില്ല. ഞാൻ എപ്പോഴൊക്കെ അവന്റെ അടുത്ത് ചെന്നാലും എപ്പോഴും എന്നെ ഓട്ടിച്ചിടും. ആ സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇവനെന്താ ഇങ്ങനെയെന്ന്. പക്ഷെ അവനെന്നെ എത്ര തവണ ഓട്ടിച്ചിട്ടാലും ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇവൻ ലിസൺ, അവനെ ശ്രദ്ധിക്കും. അത് മാത്രല്ല, നമ്മളെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ പോലും ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, അവൻ എത്രയൊക്കെ കോൾഡായിട്ട് ആക്ട് ചെയ്താലും ഉള്ളില് അവൻ നമ്മളെ പോലെ തന്നെയാ. അവൻ എല്ലാവരോടും മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടം. പക്ഷെ എന്തോ ഒന്ന് അവനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. മേ ബി അത് അവന്റെ പാസ്റ്റ് ആവാം. അതറിയാൻ വേണ്ടിയാ ഞാൻ ട്രൂത്തോടെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ എന്ത് ചെയ്യാന്, അവൻ അതിൽ നിന്ന് എസ്കേപ്പ് ആയി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അവസാനം അവന്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി വന്നിട്ട് എന്റെ മുന്നിൽ ഇരുന്ന് മോങ്ങരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗോഡ് ബ്ലെസ് യു. ഇവാൻ, എന്താ ലൂക്ക? ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? കുറച്ച് പേഴ്സണലാണ്, നിനക്ക് പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നീ ചോദിക്ക്. നിനക്ക് റയാനെ മുന്നേ അറിയാവോ? ഐ എം നോട്ട് ഫോഴ്സിങ് യു. പറയാൻ താല്പര്യമില്ലേ പറയണ്ട. പിന്നെ ഞാൻ ചോദിച്ചത്, ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഹി ഈസ് പ്ലേയിങ് വിത്ത് യു. ചില സമയത്ത്
അത് അതിര് കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നീ ഒന്നും മിണ്ടുന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാൻ തോന്നി. ഏയ്, എനിക്ക് നിന്നോട് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെയുള്ള മറ്റുള്ളവരെക്കാളും എനിക്ക് കൂടുതൽ കണക്ട് ആവാൻ പറ്റിയത് നീയുമായിട്ടാണ്. മേ ബി നമ്മൾ രണ്ടുപേരും ഇൻട്രോവേർട്ട് ആയതുണ്ടാവാം. നീ ഇവിടെ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങോട്ട് പോയി മിണ്ടുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ എൻ്റെ അടുത്ത് നീ മിണ്ടി, അത് ഇങ്ങോട്ട് വന്നു. സോ ഐ ക്യാൻ ട്രസ്റ്റ് യു. പിന്നെ നീ പറഞ്ഞു ശരിയാ, എനിക്ക് റയാനെ മുന്നേ അറിയാം. ഒരു 2-3 വർഷം മുന്നേ അറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഡാൻസ്. സ്കൂളിലും കോളേജിലൊക്കെ ഏത് പ്രോഗ്രാം വന്നാലും എൻ്റെ ഒരു ഡാൻസ് മസ്റ്റാണ്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും എനിക്ക് കോളേജിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല. ആസ് ആൻ ഇൻട്രോവേർട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ വളരെ ചെറുതാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡാൻസ് അക്കാഡമിയിൽ ചേർന്ന് നല്ല രീതിക്ക് ട്രെയിൻഡായി വലിയ വലിയ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർ നേരെ ഓപ്പോസിറ്റ്. പ്രത്യേകിച്ചും എൻ്റെ അമ്മ എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെ നടക്കണം. ഷീ ഈസ് വെരി സ്റ്റബോൺ. ഞാൻ പഠിച്ച സ്കൂളും യൂണിവേഴ്സിറ്റിയും അവിടെ ഞാനെടുത്ത സബ്ജക്റ്റും എല്ലാം അമ്മയുടെ ഡിസിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള കാര്യം എനിക്ക് ഡിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നല്ല വഴക്കായി. പിന്നെ വലിയൊരു ബഹളവും കോലാഹലത്തിനൊക്കെ ശേഷം അവസാനം അമ്മ സമ്മതിച്ചു. അന്ന് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ സമയം കളയാതെ തന്നെ നല്ല അക്കാഡമി ഏതുണ്ടെന്ന് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവസാനം ഒരെണ്ണം കണ്ടുപിടിക്കുകയും ചെയ്തു. അത് കൊച്ചിയിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് മാറേണ്ടി വന്നു. എങ്കിലും അവിടെ പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അഡ്മിഷനും എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഞാൻ അവിടേക്ക് ചെന്നു. ആൻഡ് ദാറ്റ്സ് വെൻ ഐ ഫസ്റ്റ് മെറ്റ്. ഇത് തന്നെയല്ലേ ഫ്യൂഷൻ അക്കാഡമി? ഹലോ. എന്താ? എന്താന്ന്? ഇതല്ലേ ഫ്യൂഷൻ അക്കാഡമി? അതെ, ഇത് തന്നെയാണ് ഫ്യൂഷൻ അക്കാഡമി. എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? അത് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്നതാ. ഓ, ന്യൂ അഡ്മിഷൻ ആണോ? എന്താ പേര്? ഓ സോറി, ഐ എം ഇവാൻ. ഹായ് ഇവാൻ, ഐ എം റയ. എന്നാ വാ, ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് മുകളിലോട്ട് പോവാം. അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തരാം. അന്നായിരുന്നു ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അങ്ങോട്ട് എന്നും എനിക്ക് അവൻ എന്നും ഒരു മാജിക്കലായിരുന്നു. ആരോടും കൂട്ടുകൂടാതിരുന്ന ഞാൻ അവനിലേക്ക് ഒരുപാട് അടുക്കാൻ തുടങ്ങി. അവിടെയും ഞാൻ ആരോടും മിണ്ടത്തൊന്നുമില്ലായിരുന്നു. ഹാസ്യൂഷ്യലൊരു ഇൻട്രോവേർട്ട് തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ കൂടെ എല്ലാം ഒരുപാട് സമയം ചെലവഴിപ്പിച്ചു. പതിയെ പതിയെ ആ ഒരു ഇൻട്രോവേർട്ട് എന്ന ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു ഫീലായിരുന്നു എനിക്ക്. എനിക്ക് അവനൊരു സേഫ് പ്ലേസ് ആയിരുന്നു, ഒരു ഹോംലി ഫീൽ. സത്യത്തിൽ ഓരോ ദിവസം ഞാൻ എണീക്കുന്നത് തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു ദിവസം പോലും എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. പ്രാക്ടീസ് കഴിഞ്ഞ് കിട്ടുന്ന ഫ്രീ ടൈം മുഴുവനും ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. അവൻ അവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പതിയെ പതിയെ പിരിയാൻ പറ്റാത്തത്രയ്ക്ക് ഞാൻ അവനിലേക്ക് അടുത്തു. வெள்ளி ஓடை பேசினார் சொன்ன வார்த்தை ஞாபகம். மேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட ஞாபகம். வாயில்லாமல் போனாம் வார்த்தை இல்லை பெண்ணே, நீ இல்லாமல் போனார் வாழ்க்கை இல்லை கண்ணே. முன்னோடுதான் முத்தங்களா சொல் சொல். ഇവാൻ, ഇവാൻ വാതില് തുറക്ക്. അടിപൊളി. ഈ ചെറുക്കൻ ഡോർ ലോക്ക് ചെയ്യാതെയാണോ കിടന്നുറങ്ങുന്നേ? റയാൻ, നീ എന്താ രാവിലെ ഇവിടെ?
അല്ല നീ എങ്ങനെ അകത്ത് വന്നേ? ഞാൻ ഡോർ ലോക്ക് ചെയ്തല്ലേ. ഉണ്ട, ഡോർ ലോക്ക് ചെയ്തെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാണ് അകത്ത് കയറുന്നേ പൊട്ടാ? ഇങ്ങനാണെ കള്ളന്മാര് കയറിയ പോലെ നീ അറിയത്തില്ലല്ലോ. ഒന്നങ്ങോട്ട് നീങ്ങി കിടന്നേ, ഞാനിവിടെ കിടക്കട്ടെ. ഇന്നലത്തെ പ്രാക്ടീസിന്റെ ക്ഷീണത്തിൽ ഞാൻ വന്ന പാടാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അല്ല നീ എന്ത് ഇത്ര രാവിലെ ഇവിടെ? വീട്ടിലിരുന്നിട്ട് ബോറടിക്കുക. ഇവിടെ ആകുമ്പോൾ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ കരുതി ഇങ്ങോട്ട് വരാമെന്ന്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ പോയി പല്ല് കഴിച്ചിട്ട് നിനക്ക് കോഫി ഇട്ട് തരാം. ഇപ്പോൾ ഒന്നും വേണ്ട, നീ ഇവിടെ കിടക്ക്, ഞാനിവിടെ കുറച്ച് നേരം കിടക്കട്ടെ. എന്നാ ഓക്കെ. നീ എപ്പോഴാണ് എണീറ്റ് കിച്ചണിൽ കയറിയേ? എണീറ്റപ്പോൾ എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? നീ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് വിളിക്കാൻ തോന്നിയില്ല. ഷോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് തരാം. എന്താ ചെയ്യാ? ഒന്ന് പോടാ. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ബില്ല് കൊടുത്തിട്ട് വരാം. ഞാൻ അവനെ ഓരോ തവണ നോക്കുമ്പോഴും അവൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്ന പോലെ എനിക്ക് തോന്നും. അവൻ്റെ മുഖം പോലെ തന്നെ അവൻ്റെ മനസ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഈ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരാൾ, എന്നെ മുഴുവനായും അറിയാവുന്ന ഒരേ ഒരാൾ അതവനായിരുന്നു. ആരും കാണാതെ പോയ എൻ്റെ ഉള്ളിൽ വസന്ത് അവൻ തിരികെ കണ്ടെത്തിയതുപോലെ. അങ്ങനെ പതിയെ പതിയെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഐ വാസ് ഫോളിങ് ഇൻ ലവ് വിത്ത്. അവൻ്റെ കണ്ണുകൾ, അവൻ്റെ ചുണ്ട്, അതെന്നും എനിക്കൊരു അതിശയമായിരുന്നു. അവൻ്റെ കണ്ണുകളിലൂടെയുള്ള ആ നോട്ടം, അതെനിക്ക് വേണ്ടി മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആൻഡ് സ്റ്റുപ്പിഡ് പെർഫെക്റ്റ് സ്മൈൽ, അതെന്നും എൻ്റേതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൻ്റെ ആ ചുവന്ന ചുണ്ട്, അതിൻ്റെ സ്വീറ്റ്നെസ് എന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. കണ്ണാടിക്കടമിഴി മുന്നിൽ പൊന്നണിഞ്ഞ തിരി നീയോ മായാതെ മായല്ലേ. കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി നീ, തേനായി നീ. പറയില്ലേ എൻ്റെ കാതിൽ പതിയ നീ, ഞാനല്ലേ ഞാനല്ലേ ഇനി എൻ്റെ ജന്മസഖിയേ. ഇപ്പം നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇന്നലെ നിന്നോട് അങ്ങനെ പെരുമാറിയ റയാനെ പറ്റിയാണോ നീ പറയുന്നതെന്ന് എന്നെ എനിക്ക് ഡൗട്ട് തോന്നുന്നു. കാരണം ഇത്രയും നിന്നോട് ക്ലോസ് ആയിരുന്ന അവൻ എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നത്? സത്യത്തിൽ എന്താ നിങ്ങളുടെ ഇടയിൽ നടന്നത്?